ഇന്ന് തൈപ്പൂയം. ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയെ ഭക്തിയോടെ ആരാധിക്കുന്ന അനേകം വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് തൈപ്പൂയം. വ്രതമെടുത്തും കാവടിയെടുത്തും ഭക്തർ തൈപ്പൂയം കൊണ്ടാടുന്നു. വിവിധ ഇടങ്ങളിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളുമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ കഴിയില്ലെങ്കിലും പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം ശാലിനിയിലേക്ക് പോകാം. ശാലിനി ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നാണ് ചേരുന്നത്, തിരുവനന്തപുരത്ത്. ശാലിനി, എങ്ങനെയാണ് അവിടുത്തെ തൈപ്പൂയ ആഘോഷങ്ങൾ? വീണ, ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞാനും എൻ്റെ ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയും നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നമ്മൾ ഉള്ളൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ തലസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം, ആ ഒരു തൈപ്പൂയ ദിവസത്തിന്റെ ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ അഗ്നിക്കാവടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ക്ഷേത്രത്തിൽ പ്രത്യേകമായി വ്രതമെടുത്ത ആളുകൾ, ഭക്തന്മാർ അടക്കമുള്ളവർ അതിന്റെ ഭാഗമാകുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അല്പസമയത്തിനകം ഇവിടെ നിന്നും കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിയ കുഞ്ഞു ബാലന്മാരടക്കമുള്ളവർ ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമാകും. അതിൽ അഗ്നിക്കാവടി ഉണ്ടാകും, പൂക്കാവടിയും പാൽക്കാവടിയും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികൾ ഈ സമയത്ത് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസം, ആ ഒരു ദിവസം ആഘോഷമാക്കുകയാണ് നാടെങ്ങും എന്നുള്ളതാണ്. അതിൽ മകരമാസത്തിലെ പൂയന്നാൾ ഒത്തുവരുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അത് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലും ഒരുക്കങ്ങളിലും ഒക്കെയാണ്. ഒരു പക്ഷേ തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം ഈ തമിഴ്നാടുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് കിടക്കുന്നവർ തന്നെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു നാടുകൂടിയാണ്. സ്വാഭാവികമായും പഴനിയിലും തിരുച്ചെന്തൂരും തൃപ്പുറക്കുണ്ടും ഒക്കെ നടക്കുന്ന ആഘോഷങ്ങൾക്ക് സമാനമായി തന്നെയാണ് തലസ്ഥാനത്തെ ഓരോ ക്ഷേത്രങ്ങളിലും, ഈ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊക്കെ ഈ തൈപ്പൂയ ആഘോഷങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിൽ ആഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ് വിവിധ നാടുകളിൽ നിന്ന്, വിവിധ മേഖലകളിൽ നിന്നൊക്കെ ഭക്തന്മാർ, കുഞ്ഞു കുട്ടികളടക്കം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ വ്രതമെടുത്ത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ക്ഷേത്രത്തിനകത്ത് പ്രത്യേക പൂജകൾ നടക്കും. ആ പൂജകൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ ഒരു ഘോഷയാത്രാ ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും എഴുന്നള്ളത്ത് ആയി ഈ ഒരു ഘോഷയാത്ര ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകും. തിരികെ എത്തിയതിനു ശേഷമാണ് മറ്റു പ്രധാനപ്പെട്ട ക്ഷേത്ര ചടങ്ങുകളൊക്കെ നടക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ, ബാലസുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലടക്കങ്ങളിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഈ അനുഭവപ്പെടുന്നുണ്ട്. വിശേഷാൽ പൂജകളുണ്ട്, പ്രത്യേക വഴിപാടുകളുണ്ട്. നിന്ന് ഇവിടേക്ക് എത്തുന്ന ഭക്തർ ക്ഷേത്രത്തിൽ നിന്ന് കാവടി ഭക്തർക്ക് നൽകുന്നുണ്ട്. ഈ കാവടിയൊക്കെ പ്രത്യേക കഴിഞ്ഞാണ് ഈ ഭക്തർക്ക് ഇറങ്ങുന്നത്. ഒരു പക്ഷേ ആ ഒരു കാഴ്ച കാണാൻ തന്നെ ഇരുവശത്തും ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഒരു പക്ഷേ അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. കാരണം ആഘോഷങ്ങളൊക്കെയാണ് ഇവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാടും നഗരവും ഒക്കെ ഒരുങ്ങുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ താരകാസുരനെ നിഗ്രഹിച്ച് എത്തുന്ന ബാലസുബ്രഹ്മണ്യൻ, ആ ബാലസുബ്രഹ്മണ്യനെ ആഘോഷപൂർവ്വം ആളുകൾ സ്വീകരിക്കുന്നു, ഭക്തർ സ്വീകരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം കൂടി ഈ ഒരു ആഘോഷ ദിവസത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ താരകാസുരന്റെ ശല്യം സഹിക്കാനാവാതെ വന്നപ്പോൾ മഹർഷിമാരും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിക്കുകയാണ്. അഭയം പ്രാപിച്ചതിനു ശേഷം ഭഗവാൻ താരകാസുര നിഗ്രഹത്തിനായി പുത്രനായ സുബ്രഹ്മണ്യനെ അയച്ചു എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള ഒരു വിശ്വാസം. 12 ആയുധങ്ങളുമായി താരക സൈന്യത്തെ നേരിട്ട സുബ്രഹ്മണ്യൻ അസുരനെ വധിച്ച് ദേവലോകത്ത് വീണ്ടും ഐശ്വര്യം എത്തിച്ചു എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം, ആ ഒരു പ്രിയപ്പെട്ട ദിവസത്തിൽ തങ്ങൾക്കും ഐശ്വര്യം കിട്ടുമെന്നൊക്കെയാണ് ഈ ഓരോ ഭക്തരും വിശ്വസിക്കുന്നത്. ഭക്തരുടെ വിശ്വാസവും അത്തരത്തിലാണ്. ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഭക്തർ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ പുണ്യദിനത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് നാടെങ്ങും ഇന്നേ ദിവസം, തൈപ്പൂയ ദിവസം, അതായത് പൂയന്നാളും മകരം ദിവസവും മകരമാസത്തിലെ പൂയന്നാൾ ഒത്തുവരുന്ന ആ ഒരു പ്രധാനപ്പെട്ട ദിവസം ഈ തൈപ്പൂയം ആഘോഷിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു ഐതിഹ്യം കൂടി പറയുകയാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിവാഹ ദിനമാണ് തൈപ്പൂയം എന്നും പിറന്നാൾ തൃക്കാർത്തികയാണെന്നൊക്കെ ഉള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. എന്നാലും ആ വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങളൊക്കെ ഒത്തുചേരുന്ന ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളടക്കമുള്ളവർ കടന്നു പോകുന്നത്. എന്തായാലും തലസ്ഥാനത്ത് ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മാത്രമല്ല, വിവിധ ക്ഷേത്രങ്ങളിൽ, ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലും ഒപ്പം തന്നെ ബാലരാമപുരത്തടക്കമുള്ള ക്ഷേത്രങ്ങളിലും, ഒരുപക്ഷെ തെക്കിന്റെ പഴനി എന്നറിയപ്പെടുന്ന
ക്ഷേത്രങ്ങൾ അടക്കമുള്ള ക്ഷേത്രങ്ങൾ തലസ്ഥാന ജില്ലയിലുണ്ട്. അവിടെ അടക്കം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും ഘോഷയാത്രകളും ഒക്കെ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ക്ഷേത്ര ഭാരവാഹികൾ, പ്രായമായവരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, കുഞ്ഞു പെൺകുട്ടികളും കുഞ്ഞു ബാലന്മാരും ഒക്കെയായി ഈ ഒരു കാവടി ഘോഷയാത്രയുടെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. വേലും ചരവും ഒക്കെയായി ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമാകാൻ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് ക്ഷേത്രം പ്രതീക്ഷിക്കുന്ന. അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഘോഷയാത്ര ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഘോഷങ്ങളൊക്കെ അതിന്റെ പരമാർത്ഥത്തിലേക്ക് എത്താനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. പ്രത്യേകമായി തയ്യാറാക്കിയ അഗ്നികാവടി ഘോഷയാത്രയ്ക്ക് അഗ്നികാവടി സജ്ജീകരിക്കുന്നതിനുള്ള ഭാഗത്ത് അതിന്റെ വിറകെടുപ്പുകളും ചെയ്യണം. ഉറവുകളിലൊക്കെ കൊണ്ടുവന്ന് പ്രത്യേക വിശേഷാൽ പൂജകളൊക്കെ പൂർത്തിയാക്കി ക്ഷേത്ര ഭാരവാസികളും ക്ഷേത്രത്തിന്റെ ഇതിന്റെ പ്രധാനപ്പെട്ട സംഘാടകരും ഒക്കെയായി ഇവിടെ ഒരുങ്ങുകയാണ്. എന്തായാലും കാത്തിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘോഷയാത്ര കാണാനായി. വീണ, ശാലി, വളരെ മനോഹരമായ ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് അവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു കുഞ്ഞ് കുട്ടിയെ കാണുന്നുണ്ട്. ഈ കാവടി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. അതിനുള്ള വേഷവിധാനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഭക്തരോടും ചോദിക്കാം എന്താണ് അവിടെ നിന്നുള്ളൊരു വികാരം എന്നുള്ളത്. കാരണം നമുക്കറിയാം, ഇതിപ്പോൾ ഇത്തരം ആഘോഷങ്ങളിൽ കൂട്ടായ്മകൾ ഒരുപാട് ഉണ്ടാകുന്നത്, ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് നമ്മൾ ഓരോ ദിവസവും സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ്. ശാലിനി, വീട സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. സ്വാഭാവികമായും ഇഷ്ടംപോലെ ബാലസുബ്രഹ്മണ്യന്മാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ചേച്ചിയുടെ കൈപിടിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിയ ഒരു കുഞ്ഞു ബാലനെ, ഒരു ബാലസുബ്രഹ്മണ്യനെയാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിലൂടെ കണ്ടിട്ടുള്ളത്. ഒരു 3 വയസ്സൊക്കെ മാത്രമേ ആൾക്കുള്ളൂ. ആളും കാവടി എടുക്കാൻ അച്ഛനും അമ്മയ്ക്കുമൊപ്പം എത്തിയതാണ്. അത്തരത്തിൽ ഇങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു കൂട്ടായ്മയുടെ ഒക്കെ ഭാഗമാണ് ഈ ഓരോ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉള്ളത്. പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉത്സവങ്ങളുടെ ഒരു സീസൺ ആരംഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിലേക്ക് ഒരു തുടക്കം എന്നോണമാണ് ഈ തൈപ്പൂയം ആഘോഷം ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ ആഘോഷിക്കപ്പെടുന്നത്. തലസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരത്തിൽ തന്നെയാണ് ഒരു ഉത്സവ അന്തരീക്ഷവും ഒരു ഉത്സവ കൂട്ടായ്മകളും ഒക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്നാലും അത്തരത്തിൽ ആഘോഷങ്ങൾ അതിന്റെ പരമാർത്ഥത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക പൂജകൾ, വിശേഷാൽ പൂജകളൊക്കെ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ പൂജകൾക്കൊക്കെ ശേഷമായിരിക്കും ഈ ഒരു ഘോഷയാത്ര അടക്കമുള്ള ചടങ്ങുകൾ ആരംഭിക്കാനും പോകുന്നത്. എന്തായാലും വ്രതമെടുത്ത് കാവിയെടുത്ത് മന്ത്രങ്ങൾ മുഖരിതമായി അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിച്ച് മുരുകൻ ദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ള ഓരോ ഭക്തരും കാത്തിരിക്കുകയാണ് അവരുടെ കൈകളിലേക്ക് ഈ കാവടിയൊക്കെ എത്താൻ, അഗ്നിക്കാവടിയൊക്കെ കാണാനും ഒപ്പം തന്നെ കാവടി ഘോഷയാത്രയുടെ ഭാഗമാകാനും ഒക്കെയായി ഇവിടെ കാത്തിരിക്കുകയാണ് ഓരോ ഭക്തജനങ്ങളും എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം ഇവിടുത്തെ പ്രതികരണങ്ങളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഈ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നതോട് തന്നെ അവരെല്ലാം പ്രാർത്ഥനാമുഖരിതമായ ഒരു അന്തരീക്ഷമാണ്. എന്തായാലും അല്പസമയത്തിനകം ഈ ഒരു ഘോഷയാത്ര ചടങ്ങുകൾ ആരംഭിക്കും. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൽ. പ്രത്യേകിച്ച് ഈ കടന്നു പോകുന്ന, അതായത് ഈ ഘോഷയാത്ര കടന്നു പോകുന്ന ഭാഗങ്ങളിൽ അവർക്കായി പ്രത്യേകം വെള്ളം നൽകാനും അപ്പൊ അവർക്ക് ഭക്ഷണം നൽകാനും അവർക്ക് കാലിന്റെ വിധി പ്രത്യേകിച്ച് നമുക്കറിയാം തലസ്ഥാന ജില്ലയിൽ അവർ ഏകദേശം 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കൊക്കെ താപനില കൂടുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. രാവിലെ തന്നെ ചൂട് കൂടുന്നൊരു അന്തരീക്ഷം. ആ ഒരു സമയത്ത് അവരുടെ കാലിൽ ചൂടടിക്കാതിരിക്കാനും അവർക്ക് തണലൊരുക്കിയും അവർക്ക് കൈത്താങ്ങായും ഈ ഒരു ഘോഷയാത്രയുടെ ഭാഗമായി അനുഗ്രഹം ലഭിച്ച് ഒരു പക്ഷേ ഭക്തിസാധ്യമായി പോകുന്ന ഭക്തന്മാർക്ക് അതിന് നൽകാനും ഒക്കെയായി ഓരോ ഭക്തരും ഈ റോഡിന് ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നതാലും അതിനു വേണ്ടിയിട്ടൊക്കെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും വിവിധ പ്രദേശവാസികൾ അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഭക്തരുടെ വലിയ ഒഴുക്ക് ക്ഷേത്രങ്ങളിലേക്ക് ഉണ്ടാകും. അതിനുശേഷം വരിവരിയായി കാവടിയൊക്കെയായി എല്ലാവരും ഈ ഭക്തിയുടെ അന്തരീക്ഷത്തിലേക്ക് പോകും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ആ ഒരു കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ് നമ്മളടക്കമുള്ളവർ. എന്തായാലും പെൻഷനിലേക്ക് തത്സമയം ദൃശ്യങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളടക്കമുള്ളവരാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഉള്ളൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് നോക്കുകയാണ്. ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ
പറ്റി പറയുകയാണെങ്കിൽ ബാലരൂപത്തിലുള്ള സുബ്രഹ്മണ്യ സ്വാമി ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. സ്വാഭാവികമായും കുഞ്ഞു ബാലന്മാരുടെ ഒരു വലിയ ഒഴുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ആ ഒരു ബാലന്മാരും അവർ കാവടി എടുത്ത് പോകുന്ന കാഴ്ചകളും ഒക്കെ കാണാൻ വളരെയധികം ഭംഗിയായിരിക്കും എന്നുള്ളതിലും സംശയമില്ല. എന്തായാലും ആ കാഴ്ചകളൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അഗ്നിക്കാവടി നടത്താനുള്ള അല്ലെങ്കിൽ അഗ്നിക്കാവടിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക കേന്ദ്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിന് അടുത്ത് തന്നെ അഗ്നിക്കാവടി നടത്താനുള്ള പ്രദേശമാണ്. അവിടെ വിറകൊക്കെ കൊണ്ടുവന്ന് പ്രത്യേക പൂജകളൊക്കെ നൽകി ചാണകം മെഴുകിയ തറയിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പൂജാവിധികളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഘോഷയാത്ര ആരംഭിച്ച് അത് തിരികെ എത്തിയതിനു ശേഷമാണ് ഇവിടെ വിപുലമായ ചടങ്ങുകളോടെ അഗ്നിക്കാവടി കൂടി നടത്താൻ പോകുന്നതും ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് എത്താം. എന്തായാലും തൈപ്പൂയത്തിന്റെ അന്തരീക്ഷത്തിൽ ഒപ്പം തന്നെ എറണാകുളം വൈറ്റില സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അഖിൽ പാലോട്ടുമടമുണ്ട്. അഖിൽ, അവിടെ എന്തൊക്കെയാണ് തൈപ്പൂയത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നത്? എപ്പോഴാണ് കാവടി ഘോഷയാത്രയൊക്കെ ആരംഭിക്കുക? വീണ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് ഒരു പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. വൈറ്റില സ്വയംഭൂ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ക്യാമറകൾക്കൊന്നും ഈ ചുറ്റമ്പലത്തിന് അകത്തേക്ക് കയറാനുള്ള ഒരു പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ റോട്ടിലാണ് നിൽക്കുന്നത്, ചുറ്റമ്പലത്തിന് പുറത്താണ് നിലവിൽ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പരിധിവരെ നമുക്ക് കൊടിമര ചുവട് മാത്രമേ നമുക്ക് വരെ പോകാൻ സാധിക്കുകയുള്ളൂ. അതായത് ക്യാമറയ്ക്ക് പുറത്ത് നിന്നാൽ സൂം ചെയ്തെത്താൻ സാധിക്കുന്നത് കൊടിമര ചുവട് വരെ മാത്രമേ ഉള്ളൂ. എന്നാലും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ, രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇന്ന് ഇവിടുത്തെ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോൾ ഭഗവാന് വിശേഷാൽ അഭിഷേകങ്ങൾ നടക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ പിറന്നാൾ ദിനം കൂടിയായിട്ടാണ് തൈപ്പൂയത്തെ കാണുന്നത്. മകരമാസത്തിലെ പൂയം നക്ഷത്രമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭഗവാന്റെ പിറന്നാളായി ആചരിക്കുന്നത്. തമിഴ്നാട്, അതായത് തമിഴ് വംശജരായിട്ടാണ് അത് തൈപ്പൂയമായി, തൈമാസമായി. അത് മകരമാസം മലയാളികൾ പറയുമ്പോൾ തമിഴ് ആൾക്കാരാണ് തൈമാസം എന്ന് പറയുന്നത്. തൈമാസത്തിലെ പൂയമായിട്ടാണ് ഭഗവാന്റെ പിറന്നാളായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. മറ്റൊരു ആചാരം എന്ന് പറയുന്നത് ദേവന്മാരെയൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന താരകാസുരനെ വധിച്ച ദിവസം കൂടിയാണ്. താരകാസുരനെ സുബ്രഹ്മണ്യ സ്വാമി വേലായുധനായി മാറി വധിച്ച് ദേവഗണങ്ങൾക്ക് മോക്ഷം നൽകുന്ന ദിവസം കൂടിയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. എന്തായാലും വൈറ്റില സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വൈറ്റില സ്വയംഭൂ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ ആഘോഷങ്ങൾ ഇപ്പോൾ നമുക്ക് പുരോഗമിക്കുന്നുണ്ട്. കാവടികളാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും ഉണ്ടാകുന്നത്. കാവടി ഓരോ ദേശത്ത് നിന്നാണ്, ഓരോ വീടുകളിൽ നിന്നാണ് കാവടി കെട്ടിയാടി ഇവിടേക്ക് എത്തുക. ആ കാവടികൾ ഏകദേശം രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും കാവടി ഘോഷയാത്രകൾ ഇവിടേക്ക് എത്തുന്നുണ്ടാവുക. പാൽക്കാവടിയുണ്ട്, ഭസ്മക്കാവടിയുണ്ട്, അതുപോലെ തന്നെ ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന നിരവധി കാവടികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പീലിക്കാവടി അടക്കം ഇവിടേക്ക് എത്തുന്നുണ്ടാകും. അത് വലിയ ഒരു ആഘോഷമായിട്ടാണ് ക്ഷേത്രത്തിൽ ആചരിക്കുന്നത്. നേരത്തെ നമ്മളോട് ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ പ്രസിഡന്റിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ കാവടി ഘോഷയാത്ര എത്തുന്ന രാവിലെ 10 മണിക്ക് ശേഷമാണ് കുറേ കൂടി ആഘോഷകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ ഭഗവാന്റെ രാവിലത്തെ പൂജകൾ, അതായത് നിർമ്മാല്യ ദർശനവും തൃപ്പള്ളി ഉണർത്തലും കഴിഞ്ഞ് അഭിഷേകം കഴിഞ്ഞതിന് ശേഷം ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അതിനുശേഷം പഞ്ചാമൃത അഭിഷേകം ഭഗവാന് ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ചില പൂജാതി കർമ്മങ്ങൾ, രാവിലത്തെ ഉഷപൂജ, അതിനുശേഷമുള്ള ശീവേലി അടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈറ്റില സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും വലിയൊരു ഭക്തജന തിരക്ക് ഉണ്ട്. സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ആൾക്കാർ ഇവിടെ എത്തുന്ന ഒരു നഗരപ്രദേശമാണ് എറണാകുളം എന്ന് പറയുന്നത്. എല്ലാവരും അതിവേഗ തിരക്കിനിടയിൽ പോകുമ്പോഴും പോകുന്ന വഴി, ഈ വൈറ്റില എന്ന് പറയുന്ന ഒരു ഹമ്പാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗണിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. വൈറ്റില ഹമ്പിന് സമീപം തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും വലിയ ഭക്തജന തിരക്ക് രാവിലത്തേക്ക് ഇവിടേക്ക് എത്തുകയാണ്. വീണ ദേവി. അഖിൽ പാലോട്ടുമട വിവരങ്ങൾ നൽകുകയായിരുന്നു. വൈറ്റില സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നാണ് അഖിൽ വിവരങ്ങൾ നൽകിയത്. എല്ലാ ക്ഷേത്രങ്ങളിലും
തൈപ്പൂയത്തോടനുബന്ധിച്ച് വൻപിച്ച പരിപാടികളും അതുപോലെ തന്നെ ഘോഷയാത്രകളുമൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ഈ കാവടി എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത്. അതിൽ പീലിക്കാവടി, ഭസ്മക്കാവടി, പാൽക്കാവടി, കൂടാതെ എന്തോ ശാലിനി പറഞ്ഞ അഗ്നിക്കാവടിയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് അല്പസമയത്തിനും 10 മണിക്ക് ശേഷമാണ് മിക്ക ക്ഷേത്രങ്ങളിലും കാവടി എഴുന്നള്ളിപ്പ് അതുപോലെയുള്ള പരിപാടികളൊക്കെ നടക്കുക.